ഓക്കെ, ഇനിയിപ്പം ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ സെയിം പ്ലെയിൻ ഡിഫറെൻറ്റ് പ്ലെയിൻ പഠിച്ചല്ലോ. ഡിഫറെൻറ്റ് പ്ലെയിനിൻ്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇതിൽ നിന്ന് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ട് ചിലപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ആ ചോദ്യമാണ് ഈ 3ഉം 4ഉം. അപ്പം ഇതും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. മൂന്നാമത്തെ ചോദ്യം, ഏതൊരു ചോദ്യം ഒന്നിനൊരു 3 തവണ നിങ്ങൾ വായിക്കുക. കാരണം എക്സാമിൻ്റെ ടൈം ചിലപ്പോൾ വിട്ടുപോകും. ഓക്കെ, ശരി. ഈ ചോദ്യം കണ്ടോ? A, B, C and D are 4 masses carried by a rotating shaft at a radius 100, 125, 200 and 150 mm. ഞാൻ ജസ്റ്റ് പെൻസിൽ ഉപയോഗിക്കുന്നില്ല, പേന തന്നെ ഉപയോഗിക്കാം. റെഡ് കളർ പെൻ യൂസ് ചെയ്യാം പെൻസിലിൻ്റെ പകരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാൻ നേരത്തെ അത് ജസ്റ്റ് ഇതിങ്ങനെ വരയ്ക്കുക. A, B, C, D എന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ വരയ്ക്കുക. A കൊടുക്കുക, B കൊടുക്കുക, C കൊടുക്കുക, D കൊടുക്കുക. ആ 4 മാസം കാരിബിയ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് റേഡിയസ് 100, 125, 200, 150 mm ആണ്. അപ്പം 100 mm, 125 mm, 200 mm, 150 mm. The planes in which the masses revolve are spaced 600 mm apart. ഈ 600 mm apart എന്ന് പറഞ്ഞാൽ ഓരോന്നും 600 mm ആണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയാണ്? 600 mm. ഇത് 600 mm, ഇത് 600 mm. ഓക്കെ, മാസ് ഓഫ് ബി, സി ആൻഡ് ഡി. ബി, സി, ഡിൻ്റെ മാസ് 10 കിലോഗ്രാം, 5 കിലോഗ്രാം, 4 കിലോഗ്രാം ക്രമമായി റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ റിക്വയർഡ് മാസ് ഓഫ് എന്റെ മാസ് തന്നിട്ടില്ല. എന്റെ മാസ് തന്നിട്ടില്ല. എന്റെ മാസ് തന്നിട്ടില്ല. ഓക്കെ, ഓക്കെ, എന്റെ മാസ് തന്നിട്ടില്ല. And the relative angular setting of the 4 masses so that the shaft shall be in complete balance. ഇത് കംപ്ലീറ്റ് ബാലൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ എന്നൊക്കെയാണ് വേണ്ടത്? നമുക്ക് മാസ് വേണം, റേഡിയസ് വേണം, ഇത് തമ്മിലുള്ള ദൂരം വേണം, പിന്നെ എന്തോന്ന് വേണം? ആംഗിളും കൂടെ വേണ്ടേ? സ്പേസ് ഡയഗ്രാം വെച്ചിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആംഗിളും തന്നിട്ടില്ല. എന്തൊക്കെയാണ് തരാത്തെ? ആംഗിൾ തന്നിട്ടില്ല, മാസ്, ഒരെണ്ണത്തിൻ്റെ മാസ് തന്നിട്ടില്ല. അപ്പം ആദ്യം നമ്മൾ ബോക്സ് വരയ്ക്കണം. ബോക്സ് വരയ്ക്കുമ്പോൾ ആദ്യം എന്തോന്നാണ് എഴുതേണ്ടത്? പ്ലെയിൻസ്, പ്ലെയിൻസ്, പിന്നെ മാസ്, പിന്നെ റേഡിയസ്, പിന്നെ FC/ω², അതായത് കിലോഗ്രാം മീറ്റർ, പിന്നെ ലെങ്ത് മീറ്ററിൽ, പിന്നെ കപ്പിൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തു. നമ്മൾ സാധാരണ ഏതിനെയാണ് റിഫറൻസ് പ്ലെയിൻ ആക്കുന്നത്? അൺനോൺ മാസ് ഉള്ളതിനല്ലേ റിഫറൻസ് പ്ലെയിൻ ആക്കുന്നത്. അപ്പം നമ്മളിവിടെ ആരെയാണ് റിഫറൻസ് പ്ലെയിൻ ആക്കേണ്ടത്? ഇതാണ്, ഇതിനകത്ത് ഇതാണ് അൺനോൺ. ഏത്? എ. അപ്പം എനെയാണ് നമ്മൾ റിഫറൻസ് പ്ലെയിൻ ആക്കേണ്ടത്. അപ്പം നമ്മളിവിടെ വേറെ ഒരു സംഭവം വരയ്ക്കണ്ടേ? നമ്മൾ ഈ ബോക്സ് വരയ്ക്കുന്നതിന് വേറെ സംഭവം വരയ്ക്കും. ബോക്സ് കംപ്ലീറ്റ് ചെയ്തേക്കാം. എ, ബി, സി ആൻഡ് ഡി. എന്റെ മാസ് എത്രയാണെന്ന് അറിയത്തില്ല, MA എന്നെടുക്കുക. അപ്പം ഇത് MA. ബിൻ്റെ മാസ് 10 kg, പിന്നെ സിൻ്റെ മാസ് 5, ഡിൻ്റെ മാസ് 4. ഓക്കെ, റേഡിയസ് എത്രയാണ്? 100 mm. മീറ്ററിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ 1, 2, 3.1. ഒരുപാട് ബേസിക്കായിട്ട് പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞാണല്ലോ. 3, അപ്പോൾ 1.125. ഇത് 0.2, പിന്നെ ഇത് 0.15. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഇതിനെ എങ്ങനെ എഴുതി. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഗുണിച്ചെഴുതണം. അപ്പോൾ 0.1 MA. ഇനിയിപ്പം 10 1.25, പിന്നെ 5 × 0.2, 4 × 0.15 = 0.6. ഇപ്പോൾ ആയി. ഇനിയിപ്പോൾ ലെങ്ത്ത്. ഇപ്പം ഇതുവരെ നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് എഴുതണം. ലെങ്ത്ത് എഴുതണമെങ്കിൽ നമ്മൾ മറ്റേ സംഭവം വരയ്ക്കും. അത് ജസ്റ്റ് വരയ്ക്കും. കറുപ്പിനും മാഗി. ഇപ്പോൾ ഇത് വരയ്ക്കാൻ നേരത്തെ എങ്ങനെ വരയ്ക്കാം? ജസ്റ്റ് പെൻസിൽ വരയ്ക്കും.
ശരി. ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ അകത്ത് അൺനോണിനല്ലേ റെഫറൻസ് ആയിട്ട് എടുക്കണ്ടേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അൺനോൺ ഏതാ? എ അല്ലേ. അപ്പം എനെ റെഫറൻസ് ആയിട്ട് എടുത്തു. ഓക്കെ, എനെ റെഫറൻസ് ആയിട്ട് എടുത്തു. ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പം എയിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? 600. അപ്പം എന്റെ ദൂരം, എയിന്ന് എയിലേക്കുള്ള ദൂരം 0. അപ്പോൾ എയിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm. ഓക്കെ, ഇനി എയിന്ന് സിയിലേക്കുള്ള ദൂരമോ 600 + 600 എത്ര? 1200 mm. ഇനി അടുത്തത് എയിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? 1800 mm. എങ്ങനെ? 600 1800 mm. അപ്പം നമുക്ക് എനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. റെഫറൻസ് പ്ലെയിൻ. ഓക്കെ, അപ്പോഴത്തേക്കും ഇവിടെ എത്ര എഴുതണം? എയിന്ന് എയിലേക്കുള്ള ദൂരം, റെഫറൻസ് പ്ലെയിനിൽ നിന്ന് എയിലേക്കുള്ള ദൂരം 0. ഓക്കെ, ബി, എയിന്ന് റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm. 600 mm ആണ്, മീറ്ററിലാക്കണം. അപ്പം 1 2 3 0.6 0 1 2 3. അപ്പം 1.2 1800 ആണ്. അപ്പം 1.8. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതണം. അപ്പോൾ ഇൻറ്റു 0 ചെയ്യുമ്പോൾ ഇത് 0. 1.25 × 0.6 × 1.25 0.75 1 × 1.2 1 × 1.2 പിന്നെ 0.6 × 1.8 1.08. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? എപ്പോഴും ഈ പെട്ടി വരയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ഫോഴ്സിൻ്റെ ഇത് ഇമ്പോർട്ടൻറ്റ്, കപ്പിളിൻ്റെ ഇത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടയ്ക്കുള്ള ആംഗിൾ സെറ്റിംഗ് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വരച്ചത്. ഇപ്പം ഫോഴ്സിൻ്റെ അകത്ത് അൺനോൺ ഒരെണ്ണം ഉണ്ട്, നമുക്കിത് വെച്ച് ഫോഴ്സ് പോളിഗൺ വരയ്ക്കാം. പക്ഷേ ആംഗിൾ അറിയത്തില്ല. അപ്പം നമുക്ക് ഈ കിട്ടിയ കപ്പിൾ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഓക്കെ, ഈ പേപ്പറിൽ തന്നെ ഞാൻ വരയ്ക്കാം. സ്പേസ് ഡയഗ്രാം ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നമ്മളെപ്പോഴും സ്പേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഹോറിസോണ്ടൽ വരയ്ക്കും. വരച്ചിട്ട് ഇങ്ങനെ പോകും അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എനെ കയറ്റി വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, 0 അല്ലേ വാല്യൂ. അപ്പം ബീനെ നമ്മൾ ഹോറിസോണ്ടലായിട്ട് വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ ബി ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളതിന് ഇങ്ങനെ സി ആയിട്ടും ഇങ്ങനെ ഡി ആയിട്ടും എടുക്കുന്നു. അപ്പം മൊത്തം 3 എണ്ണം വരും. അതിൻ്റെ അകത്ത് എന്റെ സംഭവം നമുക്ക് അറിയത്തില്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത എഴുതും. അസ്യൂമിങ് പ്ലെയിൻ ബി ടു ബി ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് 0.75 എടുത്തിട്ട് 0.75 വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇവിടെ സ്കെയിൽ ചെയ്യുമ്പം വേണമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഒരെണ്ണം 7.5 ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. ഇൻറ്റു 10.1 ഡിവൈഡല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു നോക്കണം. ഈ കേസിൽ വേറൊരു കാര്യം പറയാവേ. അതായത് ഇവിടെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ നമ്മളെപ്പോഴും ഈ വാല്യൂവിനെ സ്കെയിലിൽ ഏതാണോ അതുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 0.75 ഡിവൈഡഡ് ബൈ 0.1 കൊടുക്കണം. അപ്പം 7.5 ആയി. അപ്പം നമുക്ക് 7.5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. ഇപ്പോൾ 1.2 ആണെങ്കിൽ 1.2 ഡിവൈഡഡ് ബൈ 0.1 ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. 1.2 12 കണ്ടോ? 1.08 എന്ന് പറയുമ്പോൾ 10.8 എന്ന് പറഞ്ഞ് വരും. അത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്കെയിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ 0.1 എടുത്താൽ ഓക്കെ ആണ്. അതേസമയം വേണമെങ്കിൽ എനിക്ക് 0.2 എടുക്കാം. 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 1.2-ന് 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പം 0.75-നോ 3.75 എടുത്താൽ മതി. മറ്റേത് വലിയ നീട്ടി വരയ്ക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഇത്ര ഷോർട്ടായിട്ട് വരയ്ക്കുന്നത്. അപ്പം ഞാൻ 0.2 എടുത്താൽ പോരെ. ഇപ്പം 0.3 എടുത്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഷോർട്ടായിട്ട് കിട്ടും.
2.5 എടുത്താൽ മതി. 1.2 ആണെങ്കിലോ 4. എല്ലാം റൗണ്ടഡ് ഫിഗർ ആണല്ലോ. ഇപ്പോൾ 1.08 കൂടെ നോക്കാം എത്ര വരുന്നു. 1.08 കൂടെ 3.6. എന്നാൽ പിന്നെ 0.3 ഫിക്സ് ചെയ്യാം. ഒരുപാട് ഇതൊന്നും ഇല്ല, ജസ്റ്റ് ഒരു നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കുക ഏതെടുത്താൽ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് തീർക്കാം. അപ്പോൾ ഞാൻ 0.3 എടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്കെയിൽ കൊടുത്തു. ഇത് ജസ്റ്റ് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനാണേ. സ്കെയിൽ കൊടുത്തു, കറണ്ട് പോയി. 1 സെൻറ്റിമീറ്റർ = 0.3 എത്ര കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഞാനിത് വരയ്ക്കാൻ പോവാം. അപ്പോൾ 0.75 ഡിവൈഡഡ് ബൈ 0.3. ആദ്യം നമ്മൾ BL എടുക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 2.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരയ്ക്കുക. എത്ര 2.5 എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചു 2.5 എടുത്ത് വരച്ചു. ഓക്കെ, ഇത് O, ഇത് B, ഇത് B. ഓക്കെ, ഇത് 2.5 എടുത്ത് വരച്ചു. ഇനി അടുത്തത് എന്തോന്ന് 1.2. അപ്പം 1.2 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. എവിടെ? കോമ്പസ് എടുക്കുക. 4 സെൻറ്റിമീറ്റർ എടുക്കുക. വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ 1.2 കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ 1.08. അത് എത്ര കിട്ടി? 3.6 കിട്ടി. അപ്പം 3.6 കൊണ്ടുവന്ന് വെച്ച് കോമ്പസിലെടുക്കുക. ഓക്കെ, 3.6 ശരി. അതിവിടെ വെച്ച് വരയ്ക്കുക. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിനെ B ആയിട്ട് എടുക്കണ്ട, ഇതിനെ നമുക്ക് അതിൻ്റെയൊക്കെ ഡാഷ് ആയിട്ട് എടുക്കാം. O' സ്മോൾ ലെറ്റർ B'. ഓക്കെ, അപ്പോൾ ഈ B' നമ്മൾ CL എടുത്ത് വരച്ചത്, അപ്പോൾ ഇത് C' ആയിട്ട് മാറും. ഇപ്പോൾ വരച്ചത് D' 1.0 ആയിട്ട് എടുത്ത് വരച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനും കൂടെ ഇത് B' ആണ്, ഇത് C' ആണ്, ഇത് വന്നിട്ട് D' ആണ്. ഓക്കെ, കാണാമോ? ഓക്കെ, ഇത് B', ഇത് C', ഇത് D'. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്ക് സ്പേസ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ എങ്ങനെ? നമ്മൾ ഇതിൻ്റെ അകത്ത് ബീനെല്ലാം എടുത്തിരിക്കുന്നത് റോളറോടെ ഇതിനെ നമ്മൾ എടുത്തു. സ്പേസ് ഡയഗ്രാമിനോടെ കൊടുത്തു. സ്പേസ് ഡയഗ്രാം കൊടുത്തു. ഇത് നമ്മളിപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തത്. എന്തോന്നാണ് കപ്പിൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമ്മൾ ഇത് പിന്നെ 0.75, ഇത് 1.2, ഇത് 1.08 സ്കെയിൽ ചെയ്താണ് എടുത്തത്. എടുത്തതിന് ശേഷം നമ്മൾ അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആംഗിൾ കിട്ടും. O', ഇതിനിപ്പോൾ B' കൊടുത്തു, C' കൊടുത്തു, D' കൊടുത്തു. ഇതിന് B' കൊടുത്തു, C' കൊടുത്തു, D' കൊടുത്തു. ഓക്കെ, അപ്പം ഇനിയിപ്പം കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്ത് വരയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തു. സ്കെയിൽ ചെയ്യേണ്ടതൊന്നുമില്ല. ഇവിടെ അല്ലേ പോയിന്റ് വെച്ചേ, ഇതിങ്ങനെ വരച്ചു. എന്നിട്ട് ഇതാണ് എന്തോന്ന് B, ഇത് നടക്കത്തെ ഇത് O. ഇങ്ങോട്ടല്ലേ, ഇതാണ് എന്തോന്ന് C. ഇത് വന്നിട്ട് D. അപ്പോൾ ഇത് നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ? ബിയും സിയും തമ്മിലുള്ളത് കിട്ടി, സിയും ഡിയും തമ്മിലുള്ളത് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ എനെ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്റെ മാസം നമുക്ക് അറിയത്തില്ല, ആംഗിളും അറിയത്തില്ല, റേഡിയസ് വന്നിട്ടുണ്ട്. പഴയതുപോലെ ആയില്ലേ? ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാം? സ്പേസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്തോന്ന് വരയ്ക്കാം. ഇതിപ്പോൾ വരയ്ക്കത്തില്ലേ? ബീൻ്റെ സംഭവം അറിയാം, സീൻ്റെ സംഭവം അറിയാം, ഡീൻ്റെ സംഭവം അറിയാം. കയറ്റി വെച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്ക് മിച്ചം കിട്ടത്തില്ലേ? അതാണ് എന്തോന്ന് ഇത്. റേഡിയസ് അറിയാം.
അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാസ് കിട്ടും. ആംഗിള് ആ മിച്ചം വരുന്നതിന് എടുത്താൽ മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. ശരി, അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്തോന്നാണ് വരയ്ക്കുന്നത്? ഈ ബോക്സ്. ഇപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്തോന്ന് കണ്ടുപിടിച്ചു? ആംഗുലാർ സെറ്റിംഗ് കണ്ടുപിടിച്ചു. ആംഗുലാർ സെറ്റിംഗ് നമ്മൾ കണ്ടുപിടിച്ചു. ആംഗുലാർ സെറ്റിംഗ് ഇത് വെച്ച് കണ്ടുപിടിച്ചു. സ്പേസ് ഡയഗ്രാം വരച്ചു. ഈ സത്യം പറഞ്ഞ സ്പേസ് ഡയഗ്രാം എന്ന് പറഞ്ഞ സാധനം എല്ലാം ഒരു പേപ്പറിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ ആണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്ന പോലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യം എന്തോന്ന് ഫോഴ്സ് പോളിഗൺ പേര് കൊടുത്തു. ഫോഴ്സ് പോളിഗൺ എന്ന് പേര് കൊടുത്തു. ഫോഴ്സ് പോളിഗൺ എന്തോന്ന് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എത്ര കൊടുക്കണം? 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1.25 ആണ്. 1 ആണ്, 0.6 ആണ്. അപ്പോഴത്തേക്കൊന്ന് ഓർക്കുക, 1.25 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മൈന്യൂട്ട്, ഇത് ചെറിയ ഇതായിപ്പോൾ. അപ്പം 1.25 നമ്മൾ ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 10 ചെയ്ത അല്ല 0.1 ചെയ്ത 0.1 ചെയ്ത എത്ര വരും? 12.5 എന്ന് പറഞ്ഞ് വരും. അത് ഭയങ്കര വലുതായിപ്പോൾ. അപ്പം 0.2 എടുത്ത് നോക്കിയാലോ 6.25 എന്നായി. ഇപ്പോൾ 0.3 എടുത്ത് നോക്കിയാലോ 4.166 എന്ന് പറഞ്ഞ് വരുന്നു. 0.2 തന്നെ എടുക്കുക. 5. മറ്റേത് 0.6 എന്ന് എടുത്ത് നോക്കാം. 3. അപ്പോൾ ഓക്കെ, ഇത് ഫിക്സ് ചെയ്യാം. 0.2. അപ്പോൾ എന്തോന്നാണ്? 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.2. എന്തിനാണ്? കിലോഗ്രാം മീറ്റർ. ഫോഴ്സിൻ്റെ അല്ലേ, കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് കാണാമല്ലോ അല്ലേ? ഇത് കാണാമല്ലോ. ഓക്കെ, കാണാം. ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പം നമ്മൾ ഓരോന്നിനെ എടുത്ത് ഡിവൈഡ് ചെയ്ത് വരയ്ക്കണം. ശരി, ഇപ്പം ആദ്യം എന്തോന്നാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് വാല്യൂ ഇതിപ്പോൾ എടുക്കേണ്ടത്. ഇത് വന്നിട്ട് അൺനോൺ അല്ലേ, ബി എടുക്കുക. ബി എന്ന് പറയുമ്പോൾ ഇത് ബീന് എത്രയാണ്? 1.25. അപ്പം 1.25 ഡിവൈഡഡ് ബൈ സ്കെയിൽ 0.2 എത്ര വരും? 6.25. അപ്പോൾ 6.25 എടുത്ത് നമ്മൾ പറഞ്ഞാൽ പാരലൽ വരയ്ക്കണം. ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വരയ്ക്കാവേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണ്ടല്ലോ, ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വരയ്ക്കാം. നിങ്ങളപ്പം പേപ്പർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. സൂപ്പർ. ഇവിടെ നിന്ന് എടുക്കാം, സെൻറ്ററിൽ നിന്ന് എടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 6.2, 2നും 3നും ഇടയ്ക്ക് 6.25 എടുത്തു. സൂപ്പർ. അപ്പോഴത്തേക്കും നടുക്കത്തേനെ O എന്ന് പറഞ്ഞെടുത്തു. ഇപ്പുറത്തേനെ എന്തോന്നാണ്? FCB. ആരും എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. സ്പേസ് ഡയഗ്രത്തിൽ ഇതിടാൻ വിട്ടുപോയി കണ്ടോ? അപ്പോൾ ബിയിലേക്ക്. ഇനിയിപ്പം അടുത്ത എന്തോന്നാണ്? സി. സി എന്ന് പറയുന്നത് 1. സി എന്ന് പറയുമ്പോൾ ഇത്. അപ്പം ഇതിനിങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിനിങ്ങനെ എടുക്കുക. പാരലൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. മണ്ടക്കോട്ടാണോ താഴോട്ടാണോ? മണ്ടക്കോട്ട്. അപ്പം എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? സ്കെയിൽ എത്രയാണ്? 0.2. എത്ര ചെയ്യുമ്പം 5. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അപ്പോൾ 1, 2, 3, 4, 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. അത് ഇങ്ങോട്ട്. ഇതാണ് എന്തോന്ന്? FCC. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഉള്ള D 0.6. D അങ്ങോട്ടാ താഴോട്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുക. ഇതിനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ വരിക. എത്രയാണ്? 0.6. അപ്പം 0.6 കാണാമോ? 0.6 ഡിവൈഡഡ് ബൈ 0.2. അപ്പം 3 സെൻറ്റിമീറ്റർ. അപ്പം 1, 2, 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഇൻ്റായ പോയിന്റ്. ഇതാണ് എന്തോന്ന്? FCD. ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്പേസ് ഡയഗ്രാം ഇവിടെ ആണെങ്കിൽ ഇവിടെ നേരത്തെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഞാൻ 2 പേജ് ആയതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? കഴിഞ്ഞ കണക്കിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ശരി, അപ്പം FCB, FCC, FCD. ഇനിയിപ്പോൾ അടുത്ത് ഈ മിച്ചം വന്ന ഈ പോയിന്റ് കണ്ടോ? ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യണം. ഈ ജോയിൻ ചെയ്യുന്ന സംഭവമാണ് എന്തോന്ന്? ഇതിൻ്റെ അകത്ത് അണ്ണോണായിട്ടുള്ള 0.1 MA. 0.1 MA എന്നുള്ളതാണ് എന്തോന്ന്? ഈ സാധനം.
അപ്പം ഇനി എന്തോന്നാണ്, അതായത് FC X ആണിത്, FCA ആണിത്. FCA ഇതിപ്പോൾ എത്ര വരുമെന്ന് പറഞ്ഞ് നമ്മൾ അളക്കണം. എത്ര വരുന്നു? 2.55 എന്ന് എടുക്കുവാൻ. അപ്പം ഇതിനെ ഞാനിപ്പം ഒരു 2.55 എന്ന് പറഞ്ഞ് എടുക്കുക. 2.55 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പോഴത്തേക്ക് എത്രയാണ്? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ല, അതിന് ഇൻറ്റു 0.2, സോറി, 2.55നെ ഞാൻ ഇൻറ്റു 0.2 ചെയ്തു. അപ്പോഴത്തേക്ക് എത്ര കിട്ടി? 2.55 ഇൻറ്റു 0.2 എന്ന് പറയുമ്പം 0.51 എന്ന് പറഞ്ഞ് വരും. 0.51 എന്തോന്നാണ്? കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഫോഴ്സ് 0.51 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പം 0.1 MA = 0.51. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് MA എന്തോന്നാണ്? 0.51 / 0.1. 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് കിട്ടി. 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ ഇതിനകത്തൊരു കാര്യം വിട്ടുപോയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആരോ ഉണ്ട്. അപ്പം നമ്മളിതിനെ പാരലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ വെക്കുന്നു. മണ്ടക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ടാണ് വരയ്ക്കേണ്ടത്. താഴോട്ട് വരച്ചു. ഇത് എത്രയാണ്? ഇതാണ് എന്തോന്ന്? എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് മാസ് കിട്ടി. ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിപ്പം ഇവിടെ നിന്നാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എങ്കിൽ നമ്മളിങ്ങനെ എടുക്കുക, ഇതിനിങ്ങനെ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? ഏതാണ്ടൊരു 150 കിട്ടുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 148 കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പം 148. അപ്പം തീറ്റ എ എന്ന് പറയുന്നത് എന്തോന്നാണ്? 360 മൈനസ് 148. അപ്പം = 360 മൈനസ് 148 = 212 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ നേരത്തെ ഈ വാല്യൂസ് വ്യത്യാസം വരും. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റഫായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ എഴുതേണ്ടത്? ഫിനിഷിങ്ങിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ് കാണാമോ? Find the required mass A and the relative angular setting of the 4 masses so that the shaft shall be in complete balance. അങ്ങനെ പറഞ്ഞാൽ അവർ ഓരോന്നും തമ്മിലുള്ള ഇത് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിനെ സ്പേസ് ഡയഗ്രാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതെത്ര? ഇത് 120 ഡിഗ്രി. അപ്പം ഇത് 120 ഡിഗ്രി. ഓക്കെ, ഇത് 120 ഡിഗ്രി. അതിനുശേഷം ഇതെത്ര? എന്ന് പറയുന്നത് ഏതാണ്ട് 90 ഡിഗ്രി വരും. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. ഇത് 90 ഡിഗ്രി. അതിനുശേഷം ഇതെടുക്കുക. ഇത് എത്ര വരും? 50 ഡിഗ്രി. ഇതൊരു 50 ഡിഗ്രി വരും. എന്നിട്ട് തിരിച്ച് ഇത് എത്ര? ബാലൻസ് ഇത് വരുന്നത് എത്രയാണ്? 100 ഡിഗ്രി എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മൾ സ്പേസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് ഇവിടെ എഴുതണം. എന്തെന്ന് പറഞ്ഞ് എഴുതാം? ദ മാഗ്നിറ്റ്യൂഡ് കാണാമോ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് എ എന്ന് പറയുന്നത് എന്തോന്നാണ് നമുക്ക് കിട്ടിയത്?
5.1 കിലോഗ്രാം എന്ന് പറഞ്ഞു കൊടുത്ത് ഡബിൾ ഡാഷ് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡ് ദ റിക്വയർഡ് മാസ് എ ആൻഡ് റിലേറ്റീവ് ആംഗുലർ സെറ്റിംഗ് ഓഫ് ദ 4 masses. ഓരോന്നിനും തമ്മിലുള്ള 4 massesന് ഇത് ചോദിച്ചിരിക്കും. അപ്പോഴത്തേക്കും അസ്യൂമിങ് ബി ആസ് horizontal plane, measuring in counterclockwise direction, B to C 120 degree, C to A 90 degree, A to D 50 degree, and remaining D to B is equal to 100 degree എന്ന് പറഞ്ഞ് ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അത്രേ ഉള്ളൂ. അവിടെ കണക്ക് കഴിഞ്ഞല്ലോ, അത്രേ ഉള്ളൂ.